ആ ഇത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഇങ്ങനെ നടന്നാ പോരെ? ആ എന്നാ പിന്നെ ഏ ഇതെന്നാ ഭ്രാന്തോ? ഇങ്ങനെ നടന്നാ മതിയോ? തട്ടുകാലിയോ? ഇതും പോരെ? പോരാ. എന്നാ പിന്നെ ആ അത് കൊള്ളാം. ഇങ്ങനെ നടന്നാ മതി. അത് കൊള്ളാം. നടന്നാ മതിയോ? ആ അത് നീ എങ്ങനെയും നടക്ക്. പിന്നെ കൈ രണ്ടും നിലത്ത് കുത്തിയിട്ട് കാല് മാത്രമായിട്ട് ഇങ്ങനെ നടക്ക് മുകളിലോട്ട്. വേണ്ട വേണ്ട എൻ്റെ ദൈവമേ, വേണ്ടേ? നിനക്കെന്നാ ഭ്രാന്ത് തുടങ്ങി ദൈവമേ. അല്ല പിന്നെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ആ ഇങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ലേന്നാ ചോദിച്ചേ. അതിൻ്റെ അർത്ഥം അങ്ങനെ. ആ പരിപാടിയുണ്ട്. ആ പിന്നെ ഒറ്റയ്ക്കൊരു ഗ്രൂപ്പ് സോങ് ഉണ്ട്. ആ പിന്നെ ഒരു സിംഗിൾ ഡാൻസ് ഉണ്ട് 10 പേര് കൂടി. പിന്നെ നാടകമുണ്ട്, പാട്ടുണ്ട്, എല്ലതും ഉണ്ട് പരിപാടി. ആ ചോദിക്കട്ടെ, മുഴുവൻ പെണ്ണുങ്ങളാണോ? ആണ്. എന്താ കാര്യം? എനിക്കൊരു ചാൻസ് കിട്ടുമോ ഡാൻസ് കളിക്കാൻ? ചാൻസോ? ആ അല്ലെ കിട്ടിയാ വരുന്നുണ്ടോ? അത് ഒരു ഡാൻസ് കളിക്കണ നല്ല കാര്യമില്ലേ? ആ എന്നാ ഒന്ന് പോയി നോക്കാം. ആ ആയിക്കോട്ടെ. ആ ഇതേ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്ന് ചോദിക്കാം, നിന്നെ ചോദിക്കാൻ പോയാൽ എന്നെ വേണം പറയാം. അല്ലാടാ, ഞാൻ വഴിയാ മര്യാദയ്ക്ക് പോയതല്ലേ. ഓ മര്യാദ. ഇത് എങ്ങനെയൊക്കെ നടന്നാൽ മതി? ഇങ്ങനെയല്ല ഡാൻസും കളിച്ച് നടക്കാൻ. ഓ ഭ്രാന്തളകി അത് തന്നെ. ഇപ്പം എന്തോ ദേഷ്യമുണ്ട്, എന്തോ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. വഴിയിലിറങ്ങി ഇങ്ങനെ നിൽക്കുവാണ്. ആര് വഴിയാ പോകുന്നു നോക്കിയില്ലേ? വഴിയിൽ പിന്നെ എൻ്റെ വഴിയുടെ അടുത്തല്ലേ ഞാൻ നിൽക്കണേ. റോഡ് പൊതുവഴിയല്ലേ? പൊതുവഴി ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യനെ വിടരുത്, പ്രത്യേകിച്ച് ഒരു പെണ്ണുങ്ങളെല്ലാം പോയാൽ അന്നേരം ചാടി വീണോളുക. എങ്ങോട്ട് പോണു, എങ്ങനെ പോണു, ഇങ്ങനെ നടന്നാൽ മതിയോ അങ്ങനെ നടന്നാൽ മതിയോ? അയ്യോടാ, ചോദിക്കാൻ പോയാൽ എന്നെ വേണം പറയാം. അങ്ങനെ ചോദിക്കാൻ പോവണ്ട. ആ ഞാൻ ഇതിലെ എൻ്റെ ഇഷ്ടം പോലെ തലങ്ങും വിലങ്ങും നടക്കും. എപ്പോഴെങ്കിലും നീ എന്നോട് എന്തെങ്കിലും ചോദിക്കും, അന്നേരം ഞാൻ പറയാം കേട്ടോ. അന്നേരം പറയണ്ട. കേട്ടാ എവിടെയും പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കില്ലോ. ഞാൻ വഴിയാ കാണുന്നവരോടെല്ലാം ഇല്ലില്ല, കാണുന്നതിൽ ചോദിക്കില്ല. എവിടെയെങ്കിലും മെനക്കെടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് വരും പൈസയ്ക്കൊക്കെ ആയിട്ട്. നിങ്ങളെ കണ്ടിട്ടാ ഞാൻ ഓ വലിയ വാചകം അടിക്കുന്നു. ഓ ഇപ്പോൾ